എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ അതായത് 2026-ലെ പത്മപുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണിത്, അല്ലേ? അപ്പോ ഈ ബഹുമതികൾ നേടിയവരെ നമുക്കൊന്ന് അടുത്തറിയാം. ഓരോ വർഷവും രാജ്യം തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നു. പക്ഷേ 2026-ൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഈ ആളുകൾ ആരാണ്? ഈ പുരസ്കാരങ്ങൾന്ന് പറയുന്നത് വെറുമൊരു ലിസ്റ്റല്ല കേട്ടോ, നമ്മുടെ നാടിനു വേണ്ടി അധ്വാനിച്ചവരുടെ ഒരു അംഗീകാരമാണ്. അപ്പോ 2026-ൽ ഇന്ത്യ ആദരിച്ച ആ പ്രതിഭകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പത്മപുരസ്കാരങ്ങൾന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. ഭാരതരത്ന കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണിത്. ഇതിലാകെ 3 തരമുണ്ട്. ഏറ്റവും ടോപ്പിൽ പത്മവിഭൂഷൺ, അതാണ് ഏറ്റവും വിശിഷ്ടമായ സേവനത്തിന് കൊടുക്കുന്നത്. തൊട്ടുതാഴെ പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ. ഈ ഒരു ഓർഡറിലാണ് ഇത് പോകുന്നത്. അപ്പോ ഈ വർഷം ആകെ എത്ര പേരുണ്ടെന്നറിയാമോ? ആകെ 131 പേർ. കല, സാമൂഹ്യ സേവനം, ശാസ്ത്രം അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്നുള്ള 131 വിശിഷ്ട വ്യക്തികളാണ് ഇത്തവണത്തെ ജേതാക്കൾ. ഈ 131-ല് 5 പേർക്കാണ് ഏറ്റവും ഉയർന്ന ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചത്. പിന്നെ 13 പേർ പത്മഭൂഷൺ നേടി. ബാക്കി അതായത് 113 പേർ പത്മശ്രീക്കും അർഹരായി. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കണക്കുകൾ. ഈ വർഷത്തെ ലിസ്റ്റിൽ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, 16 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അതോടൊപ്പം തന്നെ 19 വനിതകളും ഈ ആദരവിനു അർഹരായി. ഇതും വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പൊ നമുക്കാദ്യം ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയവരിൽ നിന്ന് തുടങ്ങാം, അല്ലേ? ഈ വർഷത്തെ പത്മവിഭൂഷൺ നേടിയത് 5 പേരാണ്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റിലെ ആദ്യത്തെ പേര് തന്നെ മലയാളികളുടെ സ്വന്തം BS അച്യുതാനന്ദനാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തെ ആദരിച്ചത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ജനകീയ നേതാവ്. പിന്നെ ഒരു കാര്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ കൂടി ഓർക്കണം. അടുത്തത് ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസം തന്നെയാണ് ധർമ്മേന്ദ്ര. ബോളിവുഡിന്റെ ഹീമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ. ഒരു കാര്യം കൂടിയുണ്ട്, 2012-ൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, ജസ്റ്റിസ് KT തോമസ്. പൊതുരംഗത്തെ സംഭാവനകൾക്കാണ് ഈ അംഗീകാരം. 1996 മുതൽ 2002 വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന് മുൻപ് 2007-ൽ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ വലിയ പത്മപുരസ്കാരമാണ്. കലാരംഗത്ത് നിന്ന് ഡോക്ടർ N രാജം. വളരെ പ്രശസ്തിയായൊരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റാണ്. ഇവരുടെ ഒരു പ്രത്യേകത, മുൻപ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പിന്നെ പത്മഭൂഷണം. ഇപ്പം അതിന്റെ ടോപ്പിൽ പത്മവിഭൂഷണൻ കൂടി. ഒരു കലാകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണിതല്ലേ. ഈ 5 പേരിലെ അവസാനത്തെ ആൾ കേരളത്തിലെ ഇടുക്കിയിൽ നിന്നുള്ള P നാരായണൻ. അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, പതിറ്റാണ്ടുകളായി സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ സംഭാവനകൾക്കാണ് ഈ ബഹുമതി. എത്ര വലിയൊരു കാര്യം. ഓക്കെ, അപ്പൊ പത്മവിഭൂഷൺ നേടിയവരെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഈ ലിസ്റ്റിലെ മറ്റു ചില രസകരമായ കഥകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. ഈ വർഷം കേരളത്തിന് സത്യം പറഞ്ഞാൽ ഒരു ചാകര തന്നെയാണ്. ആകെ 8 പേരാണ് കേരളത്തിൽ നിന്ന് പത്മപുരസ്കാരങ്ങൾ നേടിയത്. അതിൽ 3 പത്മവിഭൂഷൺ. അതൊന്ന് ആലോചിക്കണം. അതുകൂടാതെ നമ്മുടെ സ്വന്തം മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണുണ്ട്. പിന്നെ 3 പത്മശ്രീ കൂടി. വളരെ അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെ. പത്മശ്രീ ജേതാക്കളില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് G ദേവകിയമ്മയുടേത്. ഒരു വനം നിർമ്മിച്ച സ്ത്രീ എന്നാണ് പറയുന്നത്. ആലപ്പുഴക്കാരിയാണ്. എന്ത് ചെയ്തെന്നറിയാമോ? 5 ഏക്കർ സ്ഥലത്ത് പതിറ്റാണ്ടുകൾ കൊണ്ട് ഒരു കാട് തന്നെ വെച്ചുപിടിപ്പിച്ചു. തപോവനം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ ഒരു അധ്വാനത്തിനാണ് ഈ അംഗീകാരം. ഓക്കെ, ഇനി സ്പോർട്സിലേക്ക് വരാം. ഈ വർഷം ക്രിക്കറ്റിൽ ഒരു അടിപൊളി കാര്യം നടന്നു. ഇന്ത്യൻ പുരുഷ ടീമിന്റെ ക്യാപ്റ്റനും വനിതാ ടീമിന്റെ ക്യാപ്റ്റനും ഒരുമിച്ച് ആദരിക്കപ്പെട്ടു. രോഹിത് ശർമ്മയ്ക്കും ഹർമൻപ്രീത് കൗറിനും 2 പേർക്കും പത്മശ്രീ. ഇത് കായിക ലോകത്തിന് തന്നെ വലിയൊരു പ്രചോദനമാണ്. ക്രിക്കറ്റ് മാത്രമല്ല കേട്ടോ, ടെന്നീസ് ഇതിഹാസം വിജയ് അമൃത്രാജിന് പത്മഭൂഷണുണ്ട്. പിന്നെ ഹോക്കിന്ന് ബൽദേവ് സിംഗും സവിത പുനിയയും, പാരാ അത്ലറ്റിക്സിൽ നിന്ന് പ്രവീൺ കുമാറും, എന്തിന് ഒരു ഗുസ്തി പരിശീലകനുമുണ്ട്, വ്ളാഡിമിർ മെസ്ട്രിരിഷ്വിലി. മൊത്തത്തില് കായിക രംഗത്തിന് വളരെ നല്ലൊരു വർഷമായിരുന്നു.
പത്മ പുരസ്കാരങ്ങളുടെ കൂടെ തന്നെ ധീരതയ്ക്കുള്ള ചില ദേശീയ ബഹുമതികളും പ്രഖ്യാപിച്ചിരുന്നു. അതിലെന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. സമാധാനകാലത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ അശോക ചക്ര കിട്ടിയത് ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയ്ക്കാണ്. രാകേഷ് ശർമ്മയ്ക്കു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ അത് വളരെ വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ മലയാളി ഗഗൻയാൻ ദൗത്യത്തിന്റെ ക്യാപ്റ്റനായ പ്രശാന്ത് ബി നായർക്ക് കീർത്തിചക്ര, അതും അഭിമാനിക്കാവുന്ന നേട്ടം. പിന്നെ ഒരു പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ കെ ദിൽന, എ രൂപ, വി വിൽസൺ എന്നിവർക്ക് ശൗര്യചക്രയും. അടിപൊളിയല്ലേ? അപ്പോ ഈ കഥകളൊക്കെ കേട്ടപ്പോ എന്താണ് തോന്നുന്നത്? ഇതെല്ലാം നമ്മളോട് എന്താണ് പറയുന്നത്? ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, സാമൂഹ്യപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഇങ്ങനെ പല തുറകളിൽ നിന്നുള്ള ആളുകൾ. ഓരോ പുരസ്കാര ജേതാവും അവരവരുടെ മേഖലയിലെ സമർപ്പണത്തിന്റെയും മികവിന്റെയും പ്രതീകമല്ലേ? ഇതാണ് നമ്മുടെ നാടിന്റെ ആ വൈവിധ്യം. എന്തു പറഞ്ഞാലും ഈ പത്മ പുരസ്കാരങ്ങൾ എന്നുള്ളത് വെറുമൊരു ലിസ്റ്റിനും അപ്പുറമാണ്. ഇത് രാജ്യത്തിന്റെ ശക്തിയുടെ ഒരു ജീവനുള്ള ചിത്രമാണ്. ഈ വ്യക്തികളുടെ ജീവിതങ്ങൾ, അവരുടെ കഥകൾ തീർച്ചയായും നമുക്കൊക്കെ, അടുത്ത തലമുറയ്ക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.